ആസ്മയും അലർജിയും ഉള്ളവർ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പോയിന്റാണ് ഗന്ധങ്ങൾ, രൂക്ഷഗന്ധങ്ങൾ. ഗന്ധത്തിൽ തന്നെ രൂക്ഷഗന്ധങ്ങളുണ്ട്. അതിലിപ്പോൾ പെയിന്റ് ഒരു വലിയ ഘടകമാണ്. ഡീസല്, മണ്ണെണ്ണ, ചന്ദനത്തിരി, കൊതുകുതിരി, ദുർഗന്ധമായിട്ട് വരുന്ന കാര്യങ്ങൾ. അതുപോലെ നമുക്കൊരു പുതിയ വീട്ടിൽ ചെന്നാൽ, തുണിക്കടയിൽ ചെന്നാൽ ഈ ഡ്രസ്സിൻ്റെ സ്മെല്ലുകൾ, ചിലർക്ക് ഇത് വളരെ ഇഷ്ടമാണ്, പക്ഷെ ചിലർക്ക് അത് അടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വരും. അപ്പോൾ ഈ ഗന്ധം ഇങ്ങനെ പറ്റില്ലാത്തവർക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ അലർജി അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുള്ളവർ പലരും പറഞ്ഞു വെച്ചാൽ ഡീസല്, മണ്ണെണ്ണ, പെട്രോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ ആസ്വദിച്ച് വലിക്കും. പക്ഷെ അത് നല്ല ലക്ഷണമല്ല. അങ്ങനെ ചെയ്യുന്നത് അതിനോട് അലർജി ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. ഒരു കുഴപ്പമില്ലാതെ ജീവിതം പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്നായിരിക്കും വീട് പെയിന്റ് ചെയ്യുക, അല്ലെങ്കിൽ തൊട്ടടുത്ത വീട് വന്ന് ചെയ്താലും മതി. അവർക്ക് വല്ലാത്തൊരു അവസ്ഥാവിശേഷത്തിലേക്ക് അവർ മാറിപ്പോവുകയാണ്. ശ്വാസമുട്ടുള്ളവർക്കോ അലർജി ഉള്ളവർക്കോ ഇങ്ങനെയുള്ള അത് വളരെയധികം കൂടുതലാകും. ഒരാളിങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ പ്ലാസ്റ്റിക് കത്തിക്കുക, അത് വളരെ ഭയാനകമായ ഒരവസ്ഥ. ഈ പറഞ്ഞ ഗന്ധങ്ങളുടെ കൂട്ടമല്ല, ആ രൂക്ഷമായ ഗന്ധങ്ങൾ അവർക്ക് ഒട്ടും പറ്റുന്നില്ല. ചിലർ ഇങ്ങനെയുള്ള സ്മെല്ലുകൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ബോധം കിട്ടാത്ത അവസ്ഥയിലേക്ക് തളർന്നു പോകുന്നൊരു സംഭവം കൂടി അവർ പറയുന്നുണ്ട്. നേരത്തെ അറിയാമെങ്കിൽ, അലർജിയോ ശ്വാസമുട്ടോ ഉള്ളവരാണെങ്കിൽ, കൊച്ചുങ്ങളുണ്ടാകാം, യൗവനക്കാരുണ്ടാകാം, വാർദ്ധക്യത്തിലായവരുണ്ടാകാം. അപ്പോൾ അവർ ഈ ഒരു ലക്ഷണം അവർക്ക് അറിയില്ല, വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും അവർക്ക് അത് ഉണ്ടാകുന്നത്. പക്ഷെ അറിയാമെങ്കിൽ ഒരു കാര്യം, പെയിൻറ്റിങ് ഒക്കെ നടക്കുമ്പോൾ, വീട്ടിൽ പെയിൻറ്റിങ് നടക്കുമ്പോൾ കഴിവതും അതിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്നത്, 1-2 ദിവസം 2-3 ദിവസത്തേക്കൊന്ന് മാറി നിൽക്കുന്നത് വളരെ നന്നായിരിക്കും. നല്ലതുകൊണ്ട് ചിലർക്ക് വേറെ കാര്യം സ്പ്രേ പറ്റില്ല, മനസ്സിലായില്ല. അതുപോലെ തന്നെ ഈ ചിലർ ജോലി ചെയ്യുന്ന വെടിമരുന്നുകൾ കൈകാര്യം ചെയ്യുന്നവരുണ്ട്, സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ റേഷൻ കടകൾ. വയനാട്ടിലെ ചൂരൽമലയിൽ ഒരു മനോജ് എന്ന് പറഞ്ഞ സഹോദരൻ, എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. പുള്ളി സെൻറ്റ് പോൾസിൽ നിന്നാണ് മരുന്ന് കഴിച്ചത്. ഇപ്പോൾ പുള്ളിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. സൂക്ഷിച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഒന്നുകിൽ ഈ രോഗി ആകാതിരിക്കുന്നു, അല്ലെങ്കിൽ ഈ രോഗി ആയവർ അവർക്ക് വലിയ കുഴപ്പങ്ങൾ കൂടാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. കഴിവതും നിങ്ങൾ അതിൽ നിന്നൊന്ന് മാറി നിൽക്കുന്നത് വളരെ നല്ലതാണ്.